Watch full episodes on Jio Hotstar. പൊളിക്കടുത്തല്ലോ. നിനക്ക് ഈ തവളച്ചാട്ടം അറിയില്ലേ മോട്ടോ? ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാട്ടാ. എനിക്ക് തവളച്ചാട്ടത്തിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ദാ കണ്ടോ? അമ്മേ, ഞാൻ അമ്മയെ വിട്ട് എങ്ങോട്ടും പോകില്ല. പക്ഷെ എനിക്ക് ഇവിടെ നിൽക്കാനും ഇഷ്ടമില്ല. അമ്മേ, ഞങ്ങളുടെ കൂടെ വാ അമ്മേ. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമേ. എനിക്ക് നിന്റെ അച്ഛനെ ഉപേക്ഷിച്ചു വരാൻ സാധിക്കില്ല മോനെ. എനിക്കും നിന്നെ ഇവിടെ നിർത്താനാണ് ആഗ്രഹം. എന്നാൽ നീ ഇവിടെ നിന്ന് ഒരു മൃഗമായി മാറുന്നത് കാണാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല മോനെ. അതുകൊണ്ടാണ് ഞാൻ മോട്ടു പത്ലുവിനെ വിളിച്ചത്, നിന്നെ ഇവിടെ നിന്നും കൊണ്ടുപോവാൻ. ടിം ടിം, നീ അകത്തു പോകൂ. അപ്പോൾ അത് നീയായിരുന്നു അല്ലേ പുറകിൽ നിന്നും എന്നെ കുത്താൻ ശ്രമിച്ചത്? നീ മോട്ടുവിനെയും പത്ലുവിനെയും ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്റെ സ്വന്തം മകനെ തന്നെ എന്നിൽ നിന്നും ദൂരെ കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു. ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഒരിക്കൽ അവനെയും എന്നെ പോലെ മൃഗമാക്കി മാറ്റും. എനിക്ക് അവനെ രക്ഷിക്കണം. ഓ, അപ്പോൾ ഇതാണ് കാര്യമല്ലേ? ഞാൻ വിചാരിച്ചത് നീ എന്റെ കൂടെ നിൽക്കുമെന്നാണ്. പക്ഷെ നീ ഇപ്പോൾ എന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിയിരിക്കുന്നു. നോ, ഐ ആം ഓൾവേസ് വിത്ത് യു. എന്നാൽ ഈ ഭ്രാന്തിന്റെ ഫലം എന്റെ മോൻ അനുഭവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അവൻ ജീവിതം മുഴുവൻ ഇങ്ങനെ പേടിച്ച് ഒറ്റപ്പെട്ട് ജീവിക്കുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പറയൂ, നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്റെ കണ്ണിന്റെ മുൻപിൽ എന്റെ മോന്റെ ജീവിതം നശിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കില്ല. അതിനു വേണ്ടിയല്ലേ നീ മോട്ടുവിനെയും പത്ലുവിനെയും ക്ഷണിച്ചത്? നീ എന്ത് വിചാരിച്ചു? അവർ രണ്ടുപേരും കൂടെ എന്റെ വിശ്വനെ ഫെയിലാക്കാൻ പറ്റുമെന്നാണോ? ആ മോട്ടുവും പത്ലുവും ഒന്നിനും കൊള്ളാത്ത രണ്ടുപേര്. പക്ഷെ ഞാൻ അവരെ രണ്ടുപേരെയും ഒരു മൃഗമായി മാറ്റും. ഒരു ജീവിതകാലം മുഴുവനൊന്നുമില്ല നമ്മുടെ കയ്യില്. നാളെയാണ് അഷ്ടമി. നാളെ ഫൈറ്റ് ഉള്ളതാ, അത് ഓർമ്മ വെച്ചോ. നമുക്ക് ടിമിനെ ഫൈറ്റ് ചെയ്താൽ മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ. ഇതുപോലെ എങ്ങനെ മിണ്ടാതെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. നീ അത് ചെയ്തിരിക്കുന്നു. യെസ്, ഇവിടേക്ക് വരൂ.
മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, നീ ഇത് കേട്ട് കഴിയുമ്പോ ഞെട്ടിപ്പോകും. എന്താ കാര്യം, വേഗം പറയൂ. മോട്ടു ചങ്ക്, ഞാൻ അതിനൊരു മറുമരുന്നുണ്ടാക്കി. എങ്ങനെയാണ് ഡോക്ടർ സ്നേക്ക് മനുഷ്യന്മാരെ മൃഗങ്ങളാക്കുന്നത്, അതുപോലെ എന്റെ മരുന്ന് കൊണ്ട് മൃഗങ്ങളെ തിരിച്ച് മനുഷ്യന്മാരാക്കി മാറ്റാം. അങ്ങനെ അവരെയൊക്കെ മനുഷ്യന്മാരാക്കിയ അവര് നമ്മുടെ കൂടെ വരും ചങ്ക്. എന്റെ അമ്മോ, ഡോക്ടർ ചട്ക, എനിക്കിപ്പോ സന്തോഷം കൊണ്ട് ഭ്രാന്ത് പിടിക്കുന്ന തോന്നുന്നത്. യു ആർ ഗ്രേറ്റ്, യു ആർ റിയലി ഗ്രേറ്റ് ചട്ക, യു ആർ ഗ്രേറ്റ്. നിയമമാണ് സത്യം. ഓക്കേ, അപ്പൊ ശരി വല്യേട്ടാ, ഞങ്ങൾ ആദ്യം ടിംടിമിനെ രക്ഷപ്പെടുത്താൻ നോക്കട്ടെ. ഇല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാന്ന് വെച്ചാ നമ്മളെല്ലാവരും മനുഷ്യരാക്കുന്ന സമയം നോക്കി ആ ഡോക്ടർ സ്നേക്ക് ടിംടിമിനെയും കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാലോ? സ്വാഗതം മോട്ടു പത്ലു, വരൂ. ഞാൻ നിങ്ങൾ രണ്ടുപേരെയും തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇവന്റെ പദ്ധതി ഇതെന്താ? ഇവിടെ ഗാർഡിനൊന്നും കാണുന്നില്ല. ഇത് കൊടുങ്കാറ്റിന് തൊട്ടു മുമ്പുള്ള ശാന്തതയായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് അപകടം നമ്മുടെ 4 ഭാഗത്തും വളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മനസ്സിലായി, പക്ഷേ കുറച്ച് സമയം എടുത്തിട്ടാണ് മനസ്സിലായത്. നിങ്ങൾ രണ്ടുപേരും പൊയ്ക്കൊള്ളൂ മോട്ടു പത്ലു, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇതാണ് പറ്റിയ അവസരം. ഇവിടെ നിന്നും വേഗം പോയിക്കോ. ഓടൂ, ഓടൂ, ഏതുവരെ ഓടാൻ പറ്റും? ടിം വരൂ, നമുക്ക് പോകാം ഇപ്പൊ തന്നെ. എന്തായി ചെയ്തത് നീ? അവൻ നിന്റെ കഴുത്തിലേക്ക് ഇപ്പോ ഒരു മരുന്ന് കുത്തിവെച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നീ തന്നെ അറിയാതെ നീ ഉറങ്ങിപ്പോകും. നിനക്കറിയാമല്ലോ, ഡോക്ടർ സ്നേക്ക് ചിരിക്കുമ്പോൾ കാലം കരയാൻ തുടങ്ങും. എന്റെ ടിം നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? കാരണം അവനിലേക്കും ഞാൻ ഇതുപോലത്തെ ഒരു മരുന്ന്
കുത്തിവച്ചിരിക്കുകയാണ്. ഇനി അവൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ. ഇനി ഇത് കൂടെ മനസ്സിലാക്കിക്കോ, ഞാൻ ഇവനെ ഹിപ്നോട്ടൈസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ മാന്ത്രികന്മാരുടെ രാജാവാണ്. എനിക്കെന്തും ചെയ്യാൻ കഴിയും. Gods. മോട്ടു, വെൽക്കം ടു മൈ വേൾഡ്. നീ ഒരു നല്ല ഫൈറ്ററാണ്. ഇനി നീ നോക്കിക്കോ, ഞാൻ നിനക്ക് ഏത് മൃഗത്തിന്റെ രൂപമാ നൽകാൻ പോകുന്നതെന്ന്. ഞാൻ തരുന്ന രൂപം ഏറ്റവും ശക്തിശാലിയായ രൂപമായിരിക്കും. You will be the best of my lord. ഡോക്ടർ സ്നേക്ക് ചിരിക്കുമ്പോൾ ഈ കാലം എപ്പോഴും കരയും. മോട്ടുവിനെ കുറിച്ച് ഇന്നലെ മുതൽ യാതൊരു വിവരമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? പത്ലു, നീ നിന്റെ മാന്ത്രിക ശക്തികളിലൂടെ നിന്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും മൃഗങ്ങളായി മാറ്റിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ വരൂ, ഏറ്റവും ആദ്യം ആരാണ് മത്സരിക്കാൻ പോകുന്നത്? എന്തുപറ്റി? എന്തുകൊണ്ടാ നീ ഒന്നും സംസാരിക്കാത്തത്? ആർക്കും മത്സരിക്കാൻ താല്പര്യമില്ലേ? ഓ, ഞാൻ മറന്നു, നിങ്ങളിൽ ഒരാൾക്ക് പോലും ധൈര്യമില്ല അല്ലേ? ആ പിന്നെ ഇവിടെ പത്ലുവിന്റെ കൂടെ ഒരു മൃഗത്തിനെ പോലും ഞാൻ കാണുന്നില്ലല്ലോ. എന്താ പത്ലു, നിനക്ക് ഒരു മൃഗത്തിനെ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ? ഇവരെല്ലാരും മുമ്പുണ്ടായിരുന്ന പോലെ തന്നെയാണല്ലോ ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ നീ ഒരു മാന്ത്രികനല്ല എന്ന്? ഈ ലോകത്ത് ഒരൊറ്റ മാന്ത്രികൻ മാത്രമേ ഉള്ളൂ, അത് ഞാനാണ്. ഞാനാണ് ഈ ലോകം കണ്ടതിൽ വെച്ച മാന്ത്രികന്മാരിൽ ഏറ്റവും വലിയ, the one and only, ഏറ്റവും ശക്തിശാലിയായ മന്ത്രവാദി. നീയും മന്ത്രവാദി ഒന്നും അല്ല. നീയും എല്ലാവരെയും മണ്ടന്മാരാക്കുന്നതല്ലേ? നീ ഒരു സയന്റിസ്റ്റ് ആണ്. ആനിമൽസിന്റെ DNA എടുത്ത് മനുഷ്യരിൽ കുത്തിവെച്ച് അവരെ എല്ലാം ഇങ്ങനെ ആക്കുന്നതല്ലേ നിന്റെ പണി? പക്ഷെ ഞങ്ങള് അതിനുള്ള ആന്റിഡോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോക്ടർ ജഡ്ക, കാണിക്ക്. ഞാൻ വളരെ വ്യക്തമായി എല്ലാ മൃഗങ്ങളെയും കുറിച്ച് പഠിച്ചു. എനിക്ക് ഭയങ്കര ബുദ്ധിയാന്ന്. ഞാൻ നിങ്ങളെ പോലെ ഭയങ്കര സയന്റിസ്റ്റാ. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കളിക്കാനൊന്നും പോവില്ലായിരുന്നു. എന്റെ കുട്ടിക്കാലം മൊത്തം ഞാൻ സയൻസ് വെച്ചാ കളിച്ചോണ്ടിരുന്നത്. സംശയം ഉണ്ടെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ മോട്ടുവിനോടും പത്തിനോടും ചോദിക്കോ. തനിക്കിത് എന്തിന്റെ ആവശ്യമായിരുന്നു ഇങ്ങനെ കിടന്ന് ഷോ കാണിക്കാൻ? സോറി, ഇങ്ങനത്തെ അവസരം നമുക്ക് എപ്പോഴും കിട്ടാറില്ല. എന്ന് വെച്ചാൽ തുല്യരായ ആൾക്കാരുടെ അടുത്ത് നമ്മുടെ ടാലന്റ് കാണിക്കാനുള്ള അവസരം. പക്ഷെ അത് പാളിപ്പോയി. ഡോക്ടർ ചതുക്ക, എന്റെ കഴിവ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോണേള്ളൂ. ഈ കാര്യത്തിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് ട്ടോ. എപ്പോഴൊക്കെ ഡോക്ടർ സ്നേക് ചിരിക്കുന്നു, അപ്പോഴൊക്കെ ഈ കാലം കരയും. ഇപ്പോൾ നീ കരയാൻ തുടങ്ങിക്കോ. കാരണം നീയും നിന്റെ ആന്റിഡോട്ടും ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ്.
ഇപ്പോൾ കാണൂ, എന്റെ ആവിഷ്കാരം വരാൻ പോവാണ്. മോട്ടു ദ ലയൺ മാൻ. മോട്ടു, എന്താ സംഭവിച്ച്? ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്റെ കൂട്ടുകാരാ, എന്റെ സഹോദര, നിനക്ക് ഇത് എന്താ സംഭവിച്ചത്? ആരെങ്കിലും അവനൊന്ന് ശരിയാക്ക് പ്ലീസ്. ഞങ്ങളെ ഇവിടുന്ന് വിട്ടയക്ക്, ഞങ്ങളെ ഇവിടുന്ന് വിട്ടയക്ക്. ഞങ്ങൾ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. പ്ലീസ് എന്റെ സഹോദരൻ ഒന്ന് ശരിയാക്ക്. ഡോക്ടർ സ്നേക് പ്ലീസ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഡോക്ടർ സ്നേക് ചിരിക്കുമ്പോൾ ഈ കാലം തന്നെ കരയേണ്ടി വരുമെന്ന്. Watch India's largest kids library only on Jio Hotstar. Download the app now.